ക്വാർട്ടർലി റിസൾട്ട് മോശമായതിനെ തുടർന്ന് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിമാർട്ട് വെള്ളിയാഴ്ച തന്നെ 3.5% ഇടിഞ്ഞിരുന്നു. 4055 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 2.65 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 97. 52 വീക്ക് ഹൈ 5484, 52 വീക്കിലോ 3340. കഴിഞ്ഞ ഒരു മാസത്തെ ഡിമാർട്ടിൻ്റെ പെർഫോമൻസ് നമ്മളൊന്ന് നോക്കിയാൽ 4000 എന്ന സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചതാണ്. 4500 വരെ ഉയരുകയും ചെയ്തു. 4500 നിന്നും റെസിസ്റ്റൻസ് നേരിട്ട് സ്റ്റോക്ക് വീണ്ടും 4000 പോയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 12% നെഗറ്റീവ് റിട്ടേണാണ് ഡിമാർട്ട് നൽകിയത്. ഇനി ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് പരിശോധിക്കാം. ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2.6% വർദ്ധിച്ച് 604 കോടിയിൽ നിന്നും 619 കോടിയിലേക്ക് ഉയർന്നു. സീക്വൻഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 784 കോടിയിൽ നിന്നും 619 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 2.6% വർധനവുണ്ടായെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റ് 21% ഇടിയുകയാണ് ഉണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ 12393 കോടിയിൽ നിന്നും 14462 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതായത് 16.7% വർധനവ്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 7% ഇടിഞ്ഞു. 15565 കോടിയിൽ നിന്നും 14462 കോടിയിലേക്കാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇടിഞ്ഞിരിക്കുന്നത്. ഇവിടെ കമ്പനിയുടെ പ്രോഫിറ്റിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ടോട്ടൽ എക്സ്പെൻസ് 11643 കോടിയിൽ നിന്നും 13713 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ എക്സ്പെൻസിലും ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 8.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2694 നിന്നും 2927 കോടിയിലേക്കെത്തി. അതേസമയം എബിറ്റയിൽ ചെറിയ വർധനവ് മാത്രമേ ഉള്ളൂ. 4099 കോടിയിൽ നിന്നും 4543 കോടിയിലേക്ക് എബിറ്റ ഉയർന്നപ്പോൾ എബിറ്റ മാർജിൻ 8.3% നിന്നും 7.9% ഇടിയുകയും ചെയ്തു. ഡിമാർട്ട് ഈ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 28 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തതായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4ലാണ് കമ്പനി 28 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തത്. ഇനി ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് കമ്പനിയുടെ ഗ്രോസ് മാർജിനിലുണ്ടായിരിക്കുന്ന ഇടിവാണ്. ഗ്രോസ് മാർജിൻ ഇടിയാനുള്ള പ്രധാന കാരണം FMCG സെഗ്മെൻറ്റിൽ ഉടലെടുത്തിരിക്കുന്ന കടുത്ത കോമ്പറ്റീഷനാണ്. ഇതുമൂലം കമ്പനിക്ക് അവരുടെ മാർജിൻ വളരെയധികം കുറയ്ക്കേണ്ടതായിട്ട് വന്നു. ഇത് കമ്പനിയുടെ ഗ്രോസ് മാർജിനെയും പ്രോഫിറ്റ് മാർജിനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഇൻഫ്ലേഷൻ ഉയരുന്നതനുസരിച്ച് എംപ്ലോയീസിൻ്റെ സാലറി ഹൈക്കിന് കമ്പനി നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പ്രതികൂലമായി ബാധിക്കുന്നു. കൂടാതെ അഗ്രസീവ് സ്റ്റോർ എക്സ്പാൻഷനിലേക്ക് ഡിമാർട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും മധ്യപ്രദേശിൽ കമ്പനി ഒരു പുതിയ സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺ ടൈം എക്സ്പെൻസ് ഉയരുകയാണ്. ഇതും കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കുന്നു. അതേസമയം ഡിമാർട്ടിൻ്റെ ഓൺലൈൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സെഗ്മെൻറ്റായ ഡിമാർട്ട് റെഡി മെട്രോ സിറ്റീസിൽ അവരുടെ ബിസിനസ് ഗ്രോത്ത് കാണിക്കുന്നു എന്നാണ് അപ്ഡേറ്റിൽ പറയുന്നത്. പക്ഷേ ഈ ബിസിനസ് ഗ്രോത്തിനെ പ്രോഫിറ്റിലേക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വെയിറ്റ് ആൻഡ് വാച്ച് പോലുള്ള അപ്രോച്ച് ആയിരിക്കും ഡിമാർട്ട് പോലുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഫോക്കസ് സ്വീകരിക്കേണ്ടത്. ഇനി ഡിമാർട്ടിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 4000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ 3750 വരെ സ്റ്റോക്ക് ഇടിഞ്ഞേക്കാം. വരും സമയങ്ങളിൽ 4000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 4250, 4500 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസ് ആണ്. 4500 മുകളിൽ 4500 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് CDSLുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1324 CDSL ക്ലോസിംഗ് നൽകി. 27000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.83. 52 വീക്കിലോ 917, 52 വീക്ക് ഹൈ 1989. ഡിമാർട്ട് പോലെ തന്നെ CDSLൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ 22% ഇടിഞ്ഞു. 224 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 100 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 6.7% ഇടിഞ്ഞിട്ടുണ്ട്.
ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 12 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇവിടെ ആകെയുള്ളൊരു ആശ്വാസം ഫാക്ടർ. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ടോട്ടൽ ഇൻകം 267 കോടിയിൽ നിന്നും 255 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻസ് 100 കോടിയിൽ നിന്നും 129 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി കമ്പനിയുടെ ഒരു പ്രധാന റവന്യൂ സോഴ്സായ ഡെപ്പോസിറ്ററി ആക്ടിവിറ്റി റവന്യൂ 185 കോടിയിൽ നിന്നും 181 കോടിയിലേക്ക് ഇടിഞ്ഞു. ഡാറ്റ എൻട്രി ആൻഡ് സ്റ്റോറേജ് റവന്യൂ 55 കോടിയിൽ നിന്നും 42.51 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ഇവിടെ CDSL എന്ന കമ്പനിയുടെ പെർഫോമൻസ് പലപ്പോഴും മാർക്കറ്റിന് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഉടലെടുത്ത ചില അൺസർട്ടനിറ്റി മൂലം കഴിഞ്ഞ 3 മാസത്തെ കാലയളവിൽ പ്രധാനപ്പെട്ട IPOകളൊന്നും നമ്മൾക്ക് കാണാൻ സാധിച്ചതുമില്ല. ഇതൊക്കെ CDSLൻ്റെ റവന്യൂവിനെയും പ്രോഫിറ്റിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഫാക്റ്റുകളാണ്. വരും സമയങ്ങളിൽ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തു തുടങ്ങുകയാണെങ്കിൽ CDSL എന്ന സ്റ്റോക്കിലും നമ്മൾക്കൊരു റിക്കവറി പ്രതീക്ഷിക്കാം. ഇനി കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 27% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 15% കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ മാർജിനൽ ഡ്രോപ്പ് സ്റ്റോക്കിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 2000 നിന്നും 1000 ഇടിഞ്ഞതിന് ശേഷം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് ഒരു റിക്കവറിക്ക് ശ്രമിക്കുകയാണ്. ഇവിടെ 1400 പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 1280 ഏറ്റവും മികച്ച സപ്പോർട്ട്. 1280 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 1175 വരെ സ്റ്റോക്ക് ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്